ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ചേർത്ത ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇതൊരു കഥയാണ്. പണക്കാരായ ആൾക്കാർ ചെയ്ത ഒരു ബുദ്ധിമോശത്തിൻ്റെ കഥയാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ ഒരു 5 പേർ ചേർന്ന് ശ്രീനാ പ്രതാപിനെ കാണാൻ പോയി. ശ്രീനാ പ്രതാപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവതുല്യമായ ഒരാളാണ്. പിന്നെ ഇവരുടെ ലക്ഷ്യം തന്നെ എല്ലാ പാവങ്ങളെയും പണക്കാരാക്കുക എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കോടിക്കണക്കിന് രൂപ ഇട്ടവരൊക്കെ പണക്കാർ തന്നെയായിരുന്നു. ഇനി അവരെ പാവപ്പെട്ടവരാക്കിയതാണ്. പണക്കാരെ പാവപ്പെട്ടവരാക്കുന്നു, പാവപ്പെട്ടവരെ പണക്കാരാക്കുന്നു. ആ ഒരു ബിസിനസ്സായിരുന്നു ഈ ഹൈറിച്ച് മണി ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പോയി കണ്ടു. ഇവരുടെ വാടക വീടൊക്കെ തൃശ്ശൂരെ പുതിയ വാടക വീടൊക്കെ തപ്പിപ്പിടിച്ചു. അവിടെ പോയി ചെന്ന് കണ്ടു. അപ്പോൾ ഇവരുടെ സങ്കടം അവരെ ഉണർത്തിച്ചു. നമ്മുടെ സാറയ്ക്ക് വന്നിട്ടാണ് നമ്മുടെ 1 കോടി രൂപ ഇട്ടവരാണ്. ഈ കാണുന്നവർ 50 ലക്ഷം ഇട്ടവരാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ നല്ല രീതിയിൽ ഫണ്ട് നിങ്ങളുടെ കമ്പനിയിലേക്ക് നമ്മൾ വിശ്വസിച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ കാറൊക്കെ കിട്ടിയിട്ടുണ്ട്. കാറിൻ്റെ EMI അടയ്ക്കാൻ ഇപ്പോൾ ഗതിയില്ല. നമ്മുടെ സാറൊക്കെ വന്നിട്ടാണ് കാറ് മറ്റേ കൊടി വീശൂലേ, പിന്നെ റേസിന് വേണ്ടിയിട്ട് കൊടി വീശുന്നത്. അപ്പോൾ അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവരൊരു MCA ഒക്കെ എടുത്ത് സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എന്തായാലും നല്ല CTC ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ ഇവരുടെ 1 കോടി രൂപ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും പൈസ പോയിട്ട് ധനനഷ്ടത്തിലിരിക്കുന്ന ഇവരെ കുറിച്ച് നമ്മൾ മാനനഷ്ടം കൂടി പറയുന്നില്ല. അതുകൊണ്ടാണ് പേരും കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ നമുക്ക് EMI അടയ്ക്കാൻ ഗതിയില്ല, നമ്മൾ തന്ന പണം തിരികെ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ശ്രീനാ പ്രതാപനെ അറിയാലോ, CEO ആണെങ്കിലും തറയാണ് എന്ന് ശ്രീനാ പ്രതാപൻ പലയിടങ്ങളിലും അത് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ തറ ലെവലിൽ തന്നെ ഇവരെ അറഞ്ചം പുറഞ്ചം തെറി വിളിച്ചു എന്നാണ്. എന്താ, നമ്മളാണോ നിങ്ങളോട് പൈസ മേടിച്ചത്? നമ്മളാരെങ്കിലും പറഞ്ഞിട്ടാണോ നിങ്ങൾ പൈസ ഇട്ടത്? നിങ്ങളുടെ ലീഡർമാരല്ലേ, നിങ്ങളൊക്കെ ലീഡർമാരല്ലേ, നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങളും നമുക്ക് സമാധാനം തരൂലേ എന്നൊക്കെ പറഞ്ഞു നല്ല രീതിയിൽ മറ്റ് തെറികളും പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ വണ്ടി പിടിച്ചു പോയവർ തിരിച്ചു വന്നു എന്നാണ്. ഇത് 2-3 ദിവസം മുമ്പേ നടന്നൊരു കഥയാണ്. പലർ വഴിയും നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ അറിയാൻ ബാക്കിയുണ്ടോ, നമ്മളിത് അറിഞ്ഞില്ലല്ലോ, നമ്മളിത് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹൈറിച്ചോളികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഇതാണ് അവസ്ഥ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ പണം പോയി, നിങ്ങളുടെ മാനവും പോയി, എല്ലാം പോയി. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിൽ, മണി ചെയിൻ തട്ടിപ്പുകളിൽ പെടുന്നവ 98%, 2% ആൾക്കാർ മാത്രമേ രക്ഷപ്പെടൂ. ബാക്കി 98%ത്തിൻ്റെയും പണം പോവുക തന്നെ ചെയ്യും. ഇവിടെ 100% ആൾക്കാർക്കും ചിലപ്പോൾ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആർത്തി മൂത്തിട്ട് കിട്ടിയ പണം തേച്ചു അതിലേക്ക് പിന്നെ ഇടുവാണ്. അങ്ങനെയാണ് ഹൈറിച്ചോളികൾ എല്ലാവരും തന്നെ പെട്ടുപോയത്. പിന്നെ ചില ആൾക്കാർ ഒരുപാട് പിന്നെ ബംഗ്ലാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ പ്രദേശത്തെ തന്നെ, ആ ജില്ലയിലെ തന്നെ വലിയ പണക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരൊക്കെ ഇപ്പം പറയുന്നത് എനിക്ക് ഇത്ര 60 ലക്ഷം കടമുണ്ട്, 30 ലക്ഷം കടമുണ്ട് എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. അപ്പം ദൂർത്തടിച്ച് കളഞ്ഞതാണ്. അപ്പം എന്തായാലും ഇത് കലാസാണ് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ചില ചടങ്ങുകൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചില ചടങ്ങുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് ആൾക്കാർ മറ്റ് തട്ടിപ്പുകളിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. എന്നാലും ബഹുഭൂരിപക്ഷം മറ്റ് തട്ടിപ്പുകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ട്. അവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നായ നടുക്കടലും നക്കിയെ കുടിക്കും. അത്തരം ആൾക്കാരാണ് ഇത്തരം തട്ടിപ്പുകൾ കൊണ്ടു നടക്കുന്നത്. അവർക്ക് ഇത് മണി ചെയിനാണ്, മറ്റുള്ളവരുടെ പൈസയാണ് നിങ്ങൾക്ക് എടുക്കുന്നത് എന്നൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അവർ പറയുന്നത് നമ്മൾ അധ്വാനിച്ചിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നത് എന്നാണ്. ബൈ.